ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1938-40 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച മൂരാട് പാലത്തെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. വളരെ പുരാതനമായൊരു പാലമാണ് ഈ മൂരാട് പാലം. 4 സ്പാൻസാണുള്ളത്. 4 സ്പാൻസ് ഓഫ് 105 ക്ലിയർ. എന്താണെന്ന് മനസ്സിലായില്ല, ടെക്നിക്കൽ ടേമാണ്. ഈ ബ്രിഡ്ജ് പ്രോപ്പർ അതിന് ചിലവഴിക്കുന്നത് 1,72,600 രൂപ. കൂടാതെ അതിന് എക്സ്ട്രാ ഇതിനൊക്കെ വേറെയും പൈസ ചിലവായിട്ടുണ്ടാവും. അത് ടോട്ടൽ അവിടെ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. വളരെ ശോചനീയമായ അവസ്ഥയാണ് ഈ പാലത്തിനുള്ളത്. റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു, ഏകദേശം പൊളിഞ്ഞു വീഴാറായി എന്ന് തന്നെ വേണം പറയാം. അവിടുന്ന് റെയിൽവേ പാലം കാണാം. ഇത് ട്രെയിനിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്, മൂരാട് പാലത്തിൻ്റെ ഒരു വ്യൂ. അതായത് കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ആവശ്യമാണ് മൂരാട് പാലം പുതുക്കി പണിയുക എന്നുള്ളത്. ഇപ്പോൾ NH-66 6 വരിയാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടെ ഇപ്പോൾ 2 പുതിയ പാലങ്ങളായി 66 പണി പൂർത്തിയായിരിക്കുന്നത്. അതായത് 3 വരി ഒരു സൈഡും 3 വരി മറു സൈഡുമായിട്ട് മൊത്തം 6 വരി പാതയാണല്ലോ ഈ NH-66. അതിലിപ്പോൾ ഒരു വഴി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പഴയ മൂരാട് പാലം ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. ഒരു കാലത്ത് വളരെയധികം പഴികേട്ട ഒരു പാലം കൂടിയാണ് ഈ മൂരാട് പാലം. നിങ്ങൾക്കതിൻ്റെ ആ ഒരു ദുരവസ്ഥ കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. പാലത്തിൻ്റെ അടിയിൽ ഇതിലും മോശമായ അവസ്ഥയാണ്. ഈ തോണിക്കാരൊക്കെ പറയും, അതിൻ്റെ അടിയിലൂടെ തോണിയും ബോട്ടൊക്കെ പോകുന്നവർ പറയും അടിയിൽ നിന്നൊക്കെ ഇളകി വീഴാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ വന്നതിന് ശേഷവും കൂടാതെ ഈയിടെയായിട്ട് ഒരു കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വലിയ ട്രാഫിക് ബ്ലോക്കാണ് ഈ ഭാഗങ്ങളിൽ കണ്ടുവരുന്നത്. രാത്രി ഏകദേശം 1 മണി 2 മണിയൊക്കെ ചിലപ്പം ബ്ലോക്ക് ഉണ്ടാവും. ഈ മൂരാടുള്ള ഒരു ക്രാഫ്റ്റ് വില്ലേജ് ഇല്ലേ, ആ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ്, അവിടെ ഒരു ഫെസ്റ്റിവലൊക്കെ വന്നു കഴിഞ്ഞാൽ പറയണ്ട. അല്ലാതെ തന്നെ രാത്രിയൊക്കെ ബ്ലോക്കാണ്. ഇപ്പോൾ ഒരു അനാഥപ്രദം പോലെ കിടക്കുന്ന കാണാം. ഒരു വണ്ടി പോലും ഇപ്പോൾ ഇതിനെ പോകുന്നില്ല. എല്ലാ വണ്ടിയും ആ മുകളിൽ കാണുന്ന പുതിയ മൂരാട് പാലത്തിലൂടെയാണ് പോകുന്നത്. അതിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ്, അതായത് 3 വരി ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുതന്നെ ഒരു വലിയ പാലമാണ്. ഇനി അടുത്ത 3 വരി പെട്ടെന്ന് തന്നെ തുടക്കും. ഇത് പാലം നിർമ്മിക്കുന്ന സമയത്ത് ഇവിടെ കുറേ മണ്ണൊക്കെ ഇട്ട് അവിടെ പുഴയുടെ വീതി കുറച്ചിരുന്നു. അത് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇട്ടിരിക്കുന്ന മണ്ണുകളൊക്കെ മാറ്റി ഇതിലൂടെയുള്ള ജലത്തിൻ്റെ ആ ഒരു നീക്കം പൂർവ്വസ്ഥിതിയിലാക്കണം. ഈ മൂരാട് പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ മൂരാട്, അതായത് കുറ്റ്യാടി പുഴയുടെ കുറുകെയാണ് ഈ പാലം. ഈ കുറ്റ്യാടി പുഴയുടെ കുറുകെ ഇപ്പോൾ 6 പാലങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊരു വളരെ അപൂർവമായ ഒരു കാര്യമാണ്. അതായത് ഇവിടെ ഇപ്പോൾ 3 റെയിൽ പാലങ്ങളുണ്ട്. 2 റെയിൽ പാലങ്ങൾ ഉപയോഗിക്കുന്നു. ഒന്നിപ്പം പുതിയതായി നിർമ്മിച്ച ഒരു റെയിൽ പാലം ഉപയോഗശൂന്യമാണ്. ഇനി റെയിലിൻ്റെ വളവൊക്കെ നിവർത്തുന്നതിനനുസരിച്ച് അതിലേക്ക് ഉപയോഗം വരും. അങ്ങനെയാണെങ്കിൽ പഴയ റെയിൽ പാലം ഉപേക്ഷിക്കും. കൂടാതെ ഈ പഴയ മൂരാട് പാലം, പിന്നെ ഇപ്പം എടുത്തിരിക്കുന്ന 2 പാലങ്ങളാണല്ലോ, അത് 2 സെപ്പറേറ്റ് പാലങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. അങ്ങനെ 3 റോഡ് പാലങ്ങളും 3 റെയിൽ പാലങ്ങളുമായി മൊത്തം 6 പാലങ്ങളാണ് ഈ മൂരാടുള്ളത്. ഈ പഴയ മൂരാട് പാലം നമ്മുടെ ഇപ്പോൾ അടുത്ത് കോഴിക്കോടുള്ള ഫറൂഖ് പാലം മറ്റേ ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ച് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടല്ലോ. അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ആളുകൾക്ക് വന്ന് എൻജോയ് ചെയ്യാനും കൂടാതെ കുറച്ച് ഫുഡ് സ്റ്റോളൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും സഹായിക്കും. ഈ ഫിഷിങ്ങിന് പറ്റിയൊരു സ്പോട്ടാണ് ഈ മൂരാട് പാലം. നിങ്ങൾക്കറിയാമല്ലോ, പ്രത്യേകിച്ച് ഇവിടെ ഒരു 6 പാലം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് പാലം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിന്മേൽ കയറിയിരുന്ന്, അവിടെ വഴികളൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും, അവിടെ ഇരുന്ന് മീൻ പിടിക്കാം. അതായത് പുതിയ പാലത്തിൽ നിന്ന് നമുക്ക് പഴയ പാലം കാണാൻ വേണ്ടി സാധിക്കും. അതായത് പഴയ പാലത്തിൻ്റെ ആർച്ചിൻ്റെ ഒരു ഹൈറ്റിലാണ് പുതിയ പാലം വന്നിരിക്കുന്നത്. അതൊരു സർവീസ് റോഡ് പോലെയാണത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് ഘട്ട പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പാലത്തിൻ്റെ അടിഭാഗത്ത്. മുകൾ ഭാഗത്ത് ഒരു ഭാഗം പൂർണ്ണമായും തുറന്നു കൊടുത്തു. മറ്റേ പാലത്തിൻ്റെ താറിങ് പരിപാടി ലാസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മിക്കവാറും ഒരാഴ്ച കൊണ്ട് തന്നെ തുറന്നു കൊടുക്കാൻ ചാൻസ് ഉണ്ട്. കൂടാതെ അടുത്ത പണി നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഈ മണ്ണുകളൊക്കെ നീക്കം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. JCB ഒക്കെ ഉപയോഗിച്ച് പുഴയുടെ നീരൊഴുക്കിനെ ബാധിക്കുന്ന തരത്തിലുള്ള മണ്ണുകളൊക്കെ എടുത്ത് പുഴ പൂർവ്വസ്ഥിതിയിലാക്കുകയാണ് അവിടെ. ഇതാണ് 2 പാലത്തിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ്. അതുവഴി നിങ്ങൾക്ക് ആകാശം കാണാം.
പഴയ ഫറൂഖ് പാലത്തിൽ ചെയ്ത പോലെ കുറച്ച് ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ച് ആ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ ഈ പഴയ മൂരാട് പാലവും നമുക്കൊരു ടൂറിസം ഡെവലപ്മെൻറ്റിനായി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ആൾക്കാർക്ക് വരാം. ചെറിയ ഭക്ഷണശാലകളും തട്ടുകടകളും അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. 2 കരയിലും മണ്ണുകൾ കൂടിയിട്ടുണ്ട്. ആ കരയിലുള്ള മണ്ണുകളാണിപ്പോൾ JCB ഉപയോഗിച്ച് എടുത്ത് കളയുന്നത്, പുഴയുടെ വീതി കൂട്ടുന്നത്. അതേപോലെ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ശരിക്കും പാലം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ആ ഏരിയയിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടം വരെയുള്ള മണ്ണുകൾ നീക്കം ചെയ്താൽ നല്ലതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. ഗുഡ് ബൈ.